ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബ്രെഡ് പോക്കറ്റ് ഷവർമൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ മയോനൈസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. ഒരു അരക്കപ്പ് ഓയിലും അതേപോലെ അരക്കപ്പ് നല്ല തണുത്ത പാലാണ് ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സിൻ്റെ ജാറിൽ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല തിക്കായിട്ടുള്ള മയോനൈസ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. പിന്നെ മിക്സി ഒന്ന് ഇടയ്ക്കൊന്ന് ഓഫാക്കി പിന്നെ ഒന്ന് ഓണാക്കി അങ്ങനെ ആക്കിയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സി ഒന്ന് ചൂട് പിടിക്കും. അപ്പോൾ അത് നമ്മുടെ തിക്കായിട്ടുള്ള മയോനൈസ് റെഡി ആക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ സുർക്കയും ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഷവർമൻ്റെ ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ്, പച്ചമുളക്, ഉള്ളി, അതേപോലെ ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിച്ച് കാണ്ടാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പൊരിച്ച് ചെറുതാക്കി കട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മയോനൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മയോനൈസ് ഒന്ന് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓയിലും പാലും നല്ല തണുത്തതായിരിക്കണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം ഒരു ചെറുനാരങ്ങൻ്റെ നീര് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷവർമൻ്റെ ഫില്ലിങ്സ് റെഡി ആക്കണം. ഇനി അതിനുശേഷം നമ്മൾ 2 ബ്രെഡ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ ഞാൻ ചതുരത്തിലാണ് ആക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലൊന്ന് ഏതെങ്കിലും മൂടി വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്താലും മതി കേട്ടോ. പിന്നെ 2 മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പാലും കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് 2 ബ്രെഡ് അടുപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഈ മുട്ടൻ്റെ മിക്സിലൊന്ന് മുക്കിയെടുക്കുക. അതേപോലെ ബ്രെഡിൻ്റെ ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലതും ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ള ബ്രെഡും ഞാൻ മുട്ടൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ചിട്ടൊന്നൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. ബ്രെഡ് ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി വല്ലാതെ കരിഞ്ഞു പോകാമെന്നുണ്ടെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാതും ഞാനൊന്ന് ബ്രെഡൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ഒരു ബ്രെഡ് എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാ ഒരു പോക്കറ്റ് പോലെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉള്ളിൽ നല്ല ഒരു ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ഷവർമൻ്റെ ഫില്ലിങ്സ് അതിലേക്ക് നിറച്ച് കൊടുക്കുക. പിന്നെ ഒരുപാട് കുത്തി നിറച്ചിടണ്ട, കാരണം സൈഡൊക്കെ ചിലപ്പോൾ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്സ് നിറക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ കെച്ചപ്പ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ്സിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കെച്ചപ്പ് തേച്ച് കൊടുത്താണ്ട് പിന്നെ ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാതും ഫില്ലിങ്സ് വെച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.